ഹലോ മക്കളെ, എല്ലാവർക്കും റായത്ത് തന്നെയല്ലേ? പിന്നെ നാടൻ സ്റ്റൈലിലുള്ള കോഴിക്കറിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നല്ല പാങ്ങലെ മുളും തേങ്ങാലും വറുത്തരച്ച ചിക്കൻ കറി. അപ്പോൾ ഇതിനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി നല്ലപോലെ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഗോൾഡ് കളറായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ഉള്ളി, അതായത് സവാള നീളത്തിൽ അരിഞ്ഞതിട്ടിട്ട് അതും നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. സവാളയെല്ലാം നല്ലപോലെ വയന്ന് വരുന്നുണ്ട്. വയന്ന് വന്നാൽ ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുക്കണം. ഒരു 5-8ഓളം കാന്താരി മുളക് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഇനി കാന്താരി മുളക് ഇല്ലെങ്കിൽ ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്താൽ മതി. മുളെല്ലാം നല്ലപോലെ മൂത്ത് വന്നാൽ തക്കാളി ഇട്ട് കൊടുക്കണം. ഒരു 2 ചെറിയ തക്കാളി, അതും ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയിട്ടെടുത്ത് കുറച്ച് കറിച്ചപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒരു കുഴമ്പൊക്കെയാണ്, അത് നല്ല പേസ്റ്റ് പോലെയാണ്. അങ്ങനെ പേസ്റ്റ് പോലെ ആയിട്ടാകുമ്പോൾ ഇതിലേക്ക് വറുത്തരച്ച മുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 10 നാടൻ മുളകും 10 കാശ്മീരി മുള്ളിലെ നീളത്തിൻ്റെ പിരിയമുളക്, ആ പിരിയമുളകും അതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയും നല്ലപോലെ വറുത്തിട്ടെടുത്ത് എന്നിട്ട് നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ടെടുത്ത്. അപ്പോൾ അത്രയും കൂടി അരച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ വെള്ളമെല്ലാം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉപ്പിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്ത്. അപ്പോൾ ഉപ്പെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ എങ്ങനെയും കൂടിപ്പോയല്ല. ഇനി ഈ മുളക് നല്ലപോലെ തിളച്ചിട്ട് വരണം. മുളക് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കോഴി ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നല്ലപോലെ മുളകെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കൈയിട്ട് വൃത്തിയാക്കിയ കോഴി ഇട്ട് കൊടുക്കണം. ഇത് തൊലിയോട് കൂടി മേങ്ങുന്ന സമയത്ത് 1.25 കിലോ ഉണ്ടായിന്. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് കുറവുണ്ടാവും. ഇനി കോഴി ഇട്ട ശേഷം ഒരു കയ്യിലെടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. മുളി എല്ലാ ഭാഗത്തും എത്തണം. അതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. കോഴി ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. കോഴിയിലിട്ട പിന്നെ നല്ലപോലെ തിളച്ചിട്ട് വരുമ്പോൾ വീണ്ടും ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ആദ്യം ഞാൻ ഫുള്ള് തീയിലിപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടായിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ തീയിൽ 20 മിനിറ്റ് കോഴി വേവിച്ചിട്ട് എടുക്കണം. ആ വേകുന്ന സമയം കൊണ്ട് നമുക്കിവിടെ തേങ്ങ വറുത്തിട്ട് അരക്കണം. അപ്പോൾ ഓൾറെഡി ഞാൻ തേങ്ങ നല്ലപോലെ വറുത്തിട്ട് വെച്ചിട്ടുണ്ട്. നല്ല പൊന്ന് കളറാണ്. ഒരു തേങ്ങ എടുത്തിട്ട് സാധാരണ ഒരു തേങ്ങ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ജീരകം, അതായത് ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് 1/2 ടീസ്പൂണ് അത്ര ഇട്ടിട്ട് നല്ലപോലെ വറുത്തിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടെടുത്ത്. ഇപ്പോൾ കോഴിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ആ വെന്തിട്ടാകുമ്പോൾ ഇതിലേക്ക് അരച്ച തേങ്ങ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിൽ തേങ്ങ നല്ലപോലെ വറുത്തിട്ട് എടുക്കണം. ഇനി നിങ്ങൾക്ക് തീൻ്റെ കനലിലുള്ള പോരെയെങ്കിൽ ചുട്ടിട്ട് എടുക്കുക. പണ്ട് ചുട്ടിട്ടാണ് എൻ്റെ ഉമ്മല്ലാം എടുക്കൽ. നീർപ്പിലിങ്ങനെ ചിരട്ടി കമിച്ചിട്ട് വെക്കുമ്പോൾ നല്ലപോലെ നല്ല കാഞ്ഞിട്ട് വരും. നല്ല ചുട്ട മണത്തിലുണ്ടല്ലോ കറി കൂട്ടാൻ എന്തോ ഒരു ടേസ്റ്റ്. ഇപ്പോൾ ഞമ്മക്ക് അടുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വറുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയെല്ലാം ഒഴിച്ചു കൊടുത്ത പിന്നെ നല്ല പാങ്ങല തിളക്കണം. തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ കറി റെഡിയായി മക്കളെ. ജസാക്കല്ലാഹ്.